എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ രസതന്ത്രത്തിലെ കെമിസ്ട്രിയിൽ മൂന്നാമത്തെ ക്ലാസ് ആണ്. ഏതാണ്? ആറ്റമാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. നമ്മൾ ദ്രവ്യം ക്ലാസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ദ്രവ്യം എടുത്തിട്ടുണ്ട്. ദ്രവ്യത്തിൽ വരുന്നത് എല്ലാ അവസ്ഥകൾ എന്താണ്, അതെല്ലാം നമ്മൾ എന്തായി വ്യക്തമായിട്ട് നമ്മൾ ദ്രവ്യത്തിലെ ക്ലാസ് എടുത്തു തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ വാതകങ്ങൾ നമ്മുടെ സിലബസിൽ വരുന്നതിൽ അലസവാതകങ്ങൾ ഏതാണ്, വാതക നിയമങ്ങൾ ഏതൊക്കെയാണ് രണ്ടാമത്തെ ക്ലാസ് ഇട്ട് തന്നിട്ടുണ്ട്. ഇത് മൂന്നാമത്തെ ക്ലാസ് ആണ്. ഏതാണ്? ആറ്റമാണ്. ആറ്റം പഠിക്കുമ്പോൾ സമയത്ത് നമുക്ക് എന്തൊക്കെയാണ് ആറ്റത്തിന്റെ ഉള്ളിൽ പഠിക്കേണ്ടുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്? ആറ്റം പഠിക്കുന്ന സമയത്ത് ആറ്റം എന്താണ് എന്ന് പഠിക്കണം. ആറ്റം മോഡലുകളെ കുറിച്ച് മനസ്സിലാക്കണം. ന്യൂക്ലിയസ് എന്താണ് മനസ്സിലാക്കണം. ഇലക്ട്രോണിനെ കുറിച്ച് പഠിക്കണം. പ്രോട്ടോൺ എന്താണ്, ന്യൂട്രോൺ എന്താണ്, അതിന്റെ ആന്റി പാർട്ടിക്കിളുകൾ ഏതൊക്കെയാണ്, അറ്റോമിക നമ്പർ, അറ്റോമിക മാസ്, ഷെല്ല്, സബ് ഷെല്ല്, പിന്നെ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം, ഇതൊക്കെ ഏതിലാണ് വരുന്നതാണ്? നമുക്ക് ആറ്റം എന്ന ആ ടോപ്പിക്കിന്റെ ഉള്ളിൽ വരുന്നതാണ് ഇത്രയും കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ഇത് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ അങ്ങോട്ട് പഠിച്ചിട്ട് പോവുക. ക്ലാസ്സിൽ നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ മതി. ഇടയ്ക്കൊന്ന് റിവിഷനും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കെമിസ്ട്രിയിൽ നിന്നുള്ള മാർക്കൊക്കെ നമുക്ക് എന്താണ് വേഗം തന്നെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ കഴിയും. നമ്മൾ SCERT ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ്. ഇനിയിപ്പോൾ അത് SCERT ഇല്ലേ എന്നുള്ള ഒറ്റ പേരുണ്ട്. ഈ ആറ്റം എന്നുള്ള ടോപ്പിക്കിൽ SCERTയിൽ നിന്ന് എന്തൊക്കെ പഠിക്കാനുണ്ടോ അതെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ക്ലാസ്സിന് ഊർജ്ജം എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട്, ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ആ ബെൽ ബട്ടൺ കൂടിയിട്ട് ഒന്ന് എനേബിൾ ചെയ്ത് തന്നെ കേട്ടോ. അതുപോലെ താഴെ കമന്റുകളൊക്കെ ഒന്ന് അഭിപ്രായം രേഖപ്പെടുത്താം. കമന്റ് എല്ലാവർക്കും മടിയാണ്, എന്നാലും ഒന്ന് കമന്റ് ഒക്കെ ഒന്ന് ഇട്ടിട്ട് പോകാം കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമുക്കിനി ഫസ്റ്റ് നമുക്ക് ആറ്റത്തെ കുറിച്ചിട്ട് എന്താണെന്ന് പഠിക്കാം. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരു പദാർത്ഥത്തിന്റെ രാസപരമായാണ് കേട്ടോ. രാസപരം, ഭൗതികപരമായിട്ടാണെങ്കിൽ അവിടെ തന്മാത്ര വരും. ഇവിടെ രാസപരമായിട്ടുള്ള ചെറിയ കണികയാണ് ഏത് ആറ്റം എന്ന് പറയുന്നത്. ഒരു പദാർത്ഥത്തിന്റെ രാസപരമായിട്ടുള്ള ചെറിയ കണികയാണ് ഏത് ആറ്റം എന്ന് പറയുന്നത്. ആറ്റം കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. ഏത് വർഷമാണ്? 1807 ജോൺ ഡാൾട്ടൺ ആറ്റം കണ്ടുപിടിക്കുന്നത്. മൂന്നാമത്തത്, ആറ്റം എന്ന പദം അല്ലെ, ആ ആറ്റം എന്ന പദം ആദ്യമായിട്ട് നിർദ്ദേശിച്ചത് ആരാണ്? ഓസ്റ്റ് വാൾഡ് ആണ്. ആരാണ്? ഓസ്റ്റ് വാൾഡ് ആണ് ആറ്റം എന്ന പദം നിർദ്ദേശിക്കുന്നത്. ആറ്റം എന്ന വാക്ക് ഏതിൽ നിന്നാണ് രൂപം കൊണ്ടിരിക്കുന്നത്? അതൊരു ഗ്രീക്ക് പദമായ, ഏതാണ്? ഗ്രീക്ക്, ലാറ്റിൻ എന്നൊക്കെ ചോദ്യങ്ങൾ വരും. അവിടെ ഏതാണ്? ഗ്രീക്ക് ആണ് കേട്ടോ. ഗ്രീക്ക് എന്ന പദത്തിന് ഏതിൽ നിന്നാണ്? ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആറ്റം എന്ന പദം രൂപം കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്തൊക്കെ പഠിച്ചു? ഒരു പദാർത്ഥത്തിന്റെ രാസപരമായ ഇവിടെ രാസപരമാണ്, ശ്രദ്ധിക്കണം. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് പ്രീവിയസ് ആണ്. ഇതൊക്കെ എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആറ്റം എന്ന പദം അല്ലേ, ആരാണ്? ഓസ്റ്റ് വാൾഡ് ആണ്. ആറ്റം എന്ന പദം ഏതിൽ നിന്നുണ്ടായതാണ്? ഗ്രീക്ക് പദമായിട്ടുള്ള ആറ്റമോസ് എന്ന പദത്തിൽ നിന്നാണ് ആറ്റം എന്ന പദം രൂപം കൊണ്ടിരിക്കുന്നത്. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. 1807 പഠിച്ചല്ലോ. ഇനി എന്താണ് ഈ ആറ്റമോസ് എന്നതിന്റെ അർത്ഥം എന്താണ്? വിഭജിക്കാൻ കഴിയാത്തത്. എങ്ങനെയാണ്? വിഭജിക്കാൻ കഴിയാത്തത് എന്ന അർത്ഥമാണ് ആറ്റമോസ് എന്ന പദത്തിന് അർത്ഥം. ആറ്റം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചതും ആര് തന്നെയാണ്? ഡാൾട്ടൺ ആണ് കേട്ടോ. ഡാൾട്ടൺ ആണ്. എന്താണ്? ആറ്റം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. ആദ്യ അറ്റോമിക സിദ്ധാന്തം അവതരിപ്പിച്ചത് എന്താണ്? ആദ്യ അറ്റോമിക സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ്? അതും ജോൺ ഡാൾട്ടൺ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായല്ലോ. രാസപരമായ ചെറിയ കണികയാണ്, ഒരു പദാർത്ഥത്തിന്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ആറ്റം 1807 ജോൺ ഡാൾട്ടൺ ആണ് കണ്ടുപിടിച്ചത്. ആറ്റം എന്ന പദം നിർദ്ദേശിച്ചത് ഓസ്റ്റ് വാൾഡ് ആണ്. പക്ഷെ അത് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? ആറ്റം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഡാൾട്ടൺ ആണ്. ഗ്രീക്ക് പദമായ ആറ്റമോസ് എന്ന പദത്തിൽ നിന്നാണ് ആറ്റം എന്ന വാക്ക് രൂപപ്പെട്ടിരിക്കുന്നത്. ആറ്റമോസ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? വിഭജിക്കാൻ കഴിയാത്തത്. ആദ്യ അറ്റോമിക സിദ്ധാന്തം അവതരിപ്പിച്ചതും ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ?
നമുക്ക് അറ്റോമിക സിദ്ധാന്തം നമ്മൾ പറഞ്ഞു അല്ലേ. അറ്റോമിക സിദ്ധാന്തം ആദ്യമായിട്ട് കൊണ്ടുവന്നത് ആരാണ് പറഞ്ഞത്, അവതരിപ്പിച്ചത് ആരാണ്, ജോൺ ഡാൽട്ടൺ എന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് അറ്റോമിക സിദ്ധാന്തത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ, അത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓരോന്നും വ്യക്തമായിട്ട് പഠിച്ചു പോണം. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. പഠിച്ചല്ലോ. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല, അതുപോലെ നിർമ്മിക്കാൻ കഴിയില്ല, നശിപ്പിക്കാൻ കഴിയില്ല. വിഭജിക്കാനും കഴിയില്ല, നിർമ്മിക്കാനും കഴിയില്ല, നശിപ്പിക്കാനും കഴിയില്ല. എപ്പോ? രാസപ്രവർത്തന വേളയിൽ. ഒരു മൂലകത്തിന്റെ ആറ്റങ്ങൾ എല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായി. ഒരു മൂലകത്തിന്റെ കേട്ടോ, വ്യത്യസ്ത മൂലകത്തിന്റെ ആകുമ്പോൾ അവിടെ വ്യത്യസ്തമാകും. ഇവിടെ ഒരു മൂലകമാണ്. അപ്പൊ ഒരു മൂലകം എടുക്കുന്ന സമയത്ത് അതിലെ ആറ്റങ്ങളിൽ എന്താണ്, ഗുണത്തിലും വലിപ്പത്തിലും മാസിലും ഒക്കെ സമാനമായിരിക്കും. എന്നാൽ വ്യത്യസ്തമാകുമ്പോൾ അവിടെ എന്തായി മാറും, അത് വ്യത്യസ്തമായിട്ട് മാറും അല്ലേ. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളും മാസും ഉള്ളവയായിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ഏത്, ആറ്റം എന്ന് പറയുന്നത്. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിപ്പിച്ചിട്ടാണ് സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നത്. രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ചാണ് ഏതുണ്ടാക്കുന്നത്, സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അറ്റോമിക സിദ്ധാന്തത്തിലെ പ്രധാനപ്പെട്ട ഈ 6 ആശയങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക. ഇതിനു മുമ്പ് സ്റ്റേറ്റ്മെന്റ് ലെവലായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നല്ല രീതിയിൽ ഇത് പഠിക്കണം. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. രാസപ്രവർത്തനത്തിന്റെ വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല, അതുപോലെ നിർമ്മിക്കാൻ കഴിയില്ല, നശിപ്പിക്കാൻ കഴിയില്ല. ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമാണ്. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളും മാസമുള്ളവയായിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിലാണ് കേട്ടോ, അനുപാതത്തിൽ സംയോജിച്ചാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്. ഇനി നമുക്ക് ഈ ആറ്റത്തിന് ചാർജ് ഉണ്ടോ ഒന്ന് പറഞ്ഞേ. ആറ്റത്തിന് ചാർജ് ഉണ്ടോ? ഇല്ല അല്ലെ. ആറ്റത്തിന് ചാർജ് ഇല്ല കേട്ടോ. ഇത് ഓരോരോ പോയിന്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കണേ. ആറ്റത്തിന് ചാർജ് ഇല്ല. ആറ്റത്തിന് ചാർജ് ലഭിക്കും എപ്പോഴാണ്, പ്ലാസ്മ അവസ്ഥയിൽ മാത്രമാണ് ആറ്റത്തിന് ചാർജ് ലഭിക്കുന്നത്. ആറ്റം ടോട്ടലായിട്ട് നോക്കുന്ന സമയത്ത് അവിടെ ആറ്റത്തിന് ചാർജ് ഇല്ല, പക്ഷെ ആറ്റത്തിന് ചാർജ് ലഭിക്കും എപ്പോഴാണ്, പ്ലാസ്മ അവസ്ഥയിലാണ്. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആറ്റത്തിന് ചാർജ് ലഭിക്കുന്ന എപ്പോഴാണ്, പ്ലാസ്മ അവസ്ഥയിലാണ്. ഇനി ആധുനിക ആറ്റോമിക ചിന്തയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡെമോക്രിറ്റസ് ആണ് കേട്ടോ. ആധുനിക അറ്റോമിക ചിന്തയുടെ പിതാവ്, അറ്റോമിക ചിന്തയുടെ പിതാവ് ആരാണ്, ഡെമോക്രിറ്റസ് ആണ്. ഡെമോക്രിറ്റസ്, ആധുനിക അറ്റോമിക ചിന്തയുടെ പിതാവ് ഡെമോക്രിറ്റസ് ആണ്. ഇനി ഈ 4ഉം 5ഉം പറയുന്ന കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണേ. ഏറ്റവും ലഘുവായിട്ടുള്ള ആറ്റം ഏത് ചോദിച്ചതാണ് കേട്ടോ. ഏറ്റവും ലഘുവായിട്ടുള്ള ആറ്റം ഹൈഡ്രജൻ ആണ്. എങ്കിൽ ഏറ്റവും ചെറിയ ആറ്റം ഏത് എന്ന് ചോദിച്ചാൽ അത് ഹീലിയം ആണ് കേട്ടോ. ഏറ്റവും ലഘുവായ ആറ്റം ഏത് എന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ, ഏറ്റവും ചെറിയ ആറ്റം ഏത് എന്ന് ചോദിച്ചാൽ ഹീലിയം. മനസ്സിലായല്ലോ? ഈ 2 വ്യത്യാസം എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ എന്തൊക്കെ നമ്മൾ പറഞ്ഞു, ആറ്റത്തിന് ചാർജ് ഇല്ല എന്ന് പറഞ്ഞു, പക്ഷെ ആറ്റത്തിന് ചാർജ് ലഭിക്കും എപ്പോഴാണ്, പ്ലാസ്മ അവസ്ഥയിലാണ്. ആധുനിക അറ്റോമിക ചിന്തയുടെ പിതാവ് ഡെമോക്രിറ്റസ് ആണ് പറഞ്ഞു. ഏറ്റവും ലഘുവായ ആറ്റം ഹൈഡ്രജൻ ആണ്, ഏറ്റവും ചെറിയ ആറ്റം ഹീലിയം ആണ്. ഈ ഭാഗം ഓക്കെ ആയോ? ഇനി നമുക്ക് നമ്മുടെ SCERT-യിൽ കിടക്കുന്ന ഒരു ഇതാണ് ശാസ്ത്രജ്ഞന്മാരും പരീക്ഷണങ്ങളും കണ്ടെത്തലുകളും. സർ ഹംഫ്രി ഡേവി അല്ലേ 1778 to 1829 കാലഘട്ടമാണ്. വൈദ്യുതി ഉപയോഗിച്ചിട്ട്, ഇവിടെ ശ്രദ്ധിക്കണം, ഏത് ഉപയോഗിച്ചിട്ടാണ്, വൈദ്യുതി ഉപയോഗിച്ച് സംയുക്തങ്ങളിൽ നിന്ന് ഒട്ടേറെ മൂലകങ്ങൾ വേർതിരിച്ചെടുത്തു. ഇത് ചോദിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇതിലെ 1-2 തന്നിട്ട് ഇതാരാണ് കണ്ടുപിടിച്ചത് എന്ന് ചോദിച്ചിട്ടുണ്ട്. പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, ബോറോൺ,
അല്ലെ? പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മെഗ്നീഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, ബോറോൺ എന്നിവയൊക്കെ കണ്ടുപിടിച്ചത് ആരാണ്? അതായത് ഹംഫ്രി ഡേവിയാണ്. അദ്ദേഹം വൈദ്യുതി ഉപയോഗിച്ച സംയുക്തങ്ങളിൽ നിന്ന് എന്ത് ചെയ്തു? ഇത്രയും മൂലകങ്ങളെയൊക്കെ വേർതിരിക്കപ്പെട്ടു. ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുന്നതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളാണ് ഇദ്ദേഹം ഏറ്റെടുത്തത്. ഏതാണ്? ദ്രാവകങ്ങളിലൂടെ കേട്ടോ. ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുന്നതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളാണ് ഇദ്ദേഹം ഏറ്റെടുത്തത്. ഈ പരീക്ഷണങ്ങളുടെയും കണ്ടെത്തലുകളുടെയും അടിസ്ഥാനത്തിൽ പദാർത്ഥങ്ങളിൽ വൈദ്യുത ചാർജുകളുടെ സാന്നിധ്യം ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ രണ്ടു തരം വൈദ്യുത ചാർജ് ഉണ്ട്, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. ഈ വൈദ്യുത ചാർജുകളാണ് ഒരു പദാർത്ഥത്തിന് മറ്റൊരു പദാർത്ഥവുമായിട്ട് പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടാക്കുന്നത് എന്നും അദ്ദേഹം സമർപ്പിച്ചു. അപ്പൊ നിങ്ങൾ ഈ പാരഗ്രാഫിൽ മനസ്സിലാക്കേണ്ടത് വൈദ്യുതി ഉപയോഗിച്ചിട്ട് അദ്ദേഹം വേർതിരിച്ചെടുത്ത സംയുക്തങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുത്ത മൂലകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് പഠിക്കുക. വൈദ്യുതി ഉപയോഗിച്ചിട്ട് സംയുക്തങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുത്ത മൂലകങ്ങളാണ് പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മെഗ്നീഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, ബോറോൺ. അത് പഠിച്ചു. പിന്നെ ദ്രാവകങ്ങളിലൂടെയും ഏത് കടന്നു പോകും? വൈദ്യുതി കടന്നു പോകുന്നു എന്ന് കണ്ടെത്തിയതും ആരാണ്? വൈദ്യുതി കടന്നു പോകുന്നതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളാണ് അദ്ദേഹം ഏറ്റെടുത്തത്. അതൊന്ന് പഠിച്ചു വെക്കുക. പിന്നെ പോസിറ്റീവ് ചാർജിന്റെയും നെഗറ്റീവ് ചാർജിന്റെയും സാന്നിധ്യം കണ്ടെത്തിയത് പദാർത്ഥങ്ങളില് എന്താണ്? വൈദ്യുത ചാർജ് ഉണ്ട്. ഏതൊക്കെയാണ്? പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും കണ്ടെത്തിയത് ആരാണ്? അത് ഹംഫ്രി ഡേവിയാണ്. അത് ഒന്ന് മനസ്സിലാക്കുക. നേരത്തെ പഠിച്ചു അല്ലേ? ഏറ്റവും ലഘുവായിട്ടുള്ള ആറ്റം ഏത്? ലഘുവായത് ഏതാണ്? ഹൈഡ്രജൻ ആണ് പറഞ്ഞു. ചെറിയ ആറ്റം ഏതാണ് എന്ന് പറഞ്ഞു? അത് ഹീലിയം ആണ് എന്ന് പറഞ്ഞു അല്ലെ? രണ്ടെണ്ണം പഠിച്ചു. ഇനി ഏറ്റവും വലിയ ആറ്റമുള്ള ലോഹം ഏതാണ്? വലിയ ആറ്റം. ആ ലോഹത്തിലാണ് ഏറ്റവും വലിയ ആറ്റമുള്ളത്. ഏതിലാണ്? ഫ്രാൻസിയത്തിലാണ്. ഈ രാജ്യത്തിന്റെ പേര് വെച്ചിട്ടെങ്കിലും പഠിക്കുക. ഫ്രാൻസ് എന്നുള്ളത് ആ ഫ്രാൻസിയത്തിലാണ് ഏറ്റവും വലിയ ആറ്റമുള്ള ലോഹം. അതായത് ഫ്രാൻസിയം, ഏറ്റവും വലിയ ആറ്റമുള്ള ലോഹം. അതായത് ഫ്രാൻസിയം എന്ന ലോഹത്തിലാണ് ഏറ്റവും വലിയ ആറ്റം ഉള്ളത്. എങ്കിൽ ചെറിയ ആറ്റം ഉള്ള ലോഹം ഏതാണ്? ചെറിയ ആറ്റമുള്ള ലോഹം ബെറിലിയം ആണ് കേട്ടോ. ബെറിലിയം. ഫ്രാൻസിയവും ബെറിലിയവും കണക്ട് ചെയ്യുക. ഇത് രണ്ടാളിനെ ഇവിടെ കണക്ട് ചെയ്യുക. ലഘുവായതും ചെറുതും. വലിയ ആറ്റവും ചെറിയ ആറ്റവും പഠിക്കുക. ഏറ്റവും വലിയ ആറ്റമുള്ള ലോഹം ഏതാണ്? ഫ്രാൻസിയമാണ്. ഏറ്റവും ചെറിയ ആറ്റമുള്ള ലോഹം ബെറിലിയം ആണെന്ന് ഇവിടെ ഇവരുടെ രണ്ടാളിനെ കണക്ട് ചെയ്ത് പഠിക്കുക. ഇനി ഏറ്റവും വലിയ ആറ്റമുള്ള അലോഹം ഏത് എന്ന് ചോദിച്ചാൽ, വലിയ ആറ്റമുള്ള അലോഹം, ലോഹമല്ല അലോഹം ഏത് എന്ന് ചോദിച്ചാൽ അത് റെഡോൺ ആണ് കേട്ടോ. റെഡോൺ പഠിച്ചല്ലോ. ലഘുവായ ആറ്റം ഹീലിയം. ഏറ്റവും ചെറിയ ആറ്റമുള്ളത് ലഘുവായ ആറ്റമുള്ളത് ഏതാണ്? ഹൈഡ്രജൻ. ചെറിയ ആറ്റമുള്ളത് ഹീലിയം. ഇനി വലിയ ആറ്റമുള്ള ലോഹം ഏത് എന്ന് ചോദിച്ചാൽ ഫ്രാൻസിയം. ചെറിയ ആറ്റമുള്ള ലോഹം ഏത് എന്ന് ചോദിച്ചാൽ ബെറിലിയം. വലിയ ആറ്റമുള്ള അലോഹം ഏത് എന്ന് ചോദിച്ചാൽ അത് റെഡോൺ ആണ്. അത് മനസ്സിലായല്ലോ? അതിവിടെ കൺഫ്യൂഷൻ വരേണ്ട, കാരണം പ്രീവിയസ് ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. ലഘുവായ ആറ്റം ഏത് എന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ. ഏറ്റവും ചെറിയ ആറ്റം ഏത് എന്ന് ചോദിച്ചാൽ ഹീലിയം. ഏറ്റവും വലിയ ആറ്റമുള്ള ലോഹം ഏത് എന്ന് ചോദിച്ചാൽ ഫ്രാൻസിയം. ഏറ്റവും ചെറിയ ആറ്റമുള്ള ലോഹം ഏത് എന്ന് ചോദിച്ചാൽ ബെറിലിയം. വലിയ ആറ്റമുള്ള അലോഹം ഏത് എന്ന് ചോദിച്ചാൽ റെഡോണ്. ഇനി നമുക്ക് ആറ്റം മോഡൽ കുറിച്ചിട്ട് പഠിക്കാം. നമ്മൾ നേരത്തെ ആറ്റം എന്താണ് അതിന്റെയൊക്കെ പഠിച്ചു. ഇനി നമുക്ക് ആറ്റം മോഡലുകളെ കുറിച്ച് പഠിക്കാം. ആറ്റത്തിന്റെ ഘടനയെ കുറിച്ചിട്ടുള്ള സാങ്കല്പിക രൂപം അവതരിപ്പിച്ചത് ജെ തോംസൺ ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, എന്താണ്? ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണെന്ന് പറഞ്ഞു. എന്നാൽ ആറ്റത്തിന്റെ ഘടന, ഒരു സ്ട്രക്ചർ അല്ലെ, ആറ്റത്തിന്റെ ഘടന കുറിച്ചുള്ള സാങ്കല്പിക രൂപം വിവരിച്ചത് ആരാണ്? ജെ തോംസൺ ആണ്. എങ്കിൽ ജെ തോംസന്റെ ആറ്റം മോഡലുകൾ ഏതൊക്കെയാണ്? ജെ തോംസന്റെ ആറ്റം മോഡൽ ഏതൊക്കെയാണ്? ഒന്ന്, പ്ലം പുഡിംഗ് മോഡൽ. ഏതാണ്? പ്ലം പുഡിംഗ് അല്ലെ, പ്ലം പുഡിംഗ് മോഡല്. രണ്ടാമത്തത് റൈസിൻ പുഡിംഗ് മോഡല്. മൂന്നാമത്തത് വാട്ടർമെലൺ മോഡൽ. വാട്ടർമെലൺ മോഡൽ. ഒന്ന് പ്ലം പുഡിംഗ് മോഡൽ, റൈസിംഗ് പുഡിംഗ് മോഡൽ, വാട്ടർമെലൺ മോഡൽ. ഇത് മൂന്നും ആരുടേതാണ്? ജെ തോംസൺ അവതരിപ്പിച്ച ആറ്റം മോഡലുകളാണ്. ഇനി സൗരയുധ മാതൃകയിൽ ഒരു ആറ്റം മോഡൽ കൊണ്ടുവന്നു. ഏതാണ്? സൗരയുധ മാതൃകയില് ഒരു ആറ്റം മോഡൽ കൊണ്ടുവന്നത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഏണസ്റ്റ്
റൂദർഫോർഡ് ആണ്. ഈ വാട്ടർമെലൺ മോഡൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സൗരയൂഥ മാതൃകയുള്ള മോഡൽ ആറ്റം മോഡൽ കൊണ്ടുവന്നത് ആരാണ്? റൂദർഫോർഡ് ആണ്. ഇനി ഈ റൂദർഫോർഡിന്റെ സൗരയൂഥ മാതൃക ഉണ്ട് അല്ലേ, അതിനെന്ത് ചെയ്തു, കുറച്ച് ന്യൂനതകളൊക്കെ, അതായത് കുറച്ച് ഇപ്പൊ എന്ത് കാര്യങ്ങളും ചെയ്യുമ്പോഴും അതിലൊരു നെഗറ്റീവ് ഉണ്ടാവും അല്ലേ, അപ്പൊ അതിലെ കുറച്ച് ന്യൂനതകളൊക്കെ പരിഹരിച്ചുകൊണ്ട് ആറ്റത്തിന്റെ ഒരു ബോർ മോഡൽ കൊണ്ടുവന്നു. ഏതാണ്? ബോർ മോഡൽ കൊണ്ടുവന്നത്. അത് അതിൽ തന്നെ പേരുണ്ട് അല്ലെ, ആരാണ്? നീൽസ് ബോർ ആണ് കേട്ടോ, നീൽസ് ബോർ. ഇപ്പൊ 3 പഠിച്ചല്ലോ. ആറ്റം മോഡലില് ജെ തോംസന്റെ ആറ്റം മോഡൽ ഉണ്ട്, റൂദർഫോർഡിന്റെ ആറ്റം മോഡൽ ഉണ്ട്, നീൽസ് ബോറിന്റെ ആറ്റം മോഡൽ ഉണ്ട്. ജെ തോംസന്റെ ആറ്റം മോഡൽ, പ്ലം പുഡിംഗ്, റൈസിൻ പുഡിംഗ് മോഡൽ, വാട്ടർമെലൺ മോഡൽ. സൗരയൂഥ മാതൃകയിലുള്ള മോഡൽ കൊണ്ടുവന്നത് റൂദർഫോർഡ് ആണ്. സൗരയൂഥ മാതൃകയിലെ ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ടാണ് ബോർ മോഡൽ കൊണ്ടുവരുന്നത്. ആര്? നീൽസ് ബോർ കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിന്റെ നീൽസ് ബോറിന്റെ ബോർ മോഡൽ പ്രകാരം എങ്ങനെയാണ് ആറ്റം എന്നുള്ളത് നമുക്കൊക്കെ പഠിക്കാം. എന്തൊക്കെയാണ്? സൗരയൂഥത്തിന് ഒരു കേന്ദ്രമുണ്ട് അല്ലെ. സൗരയൂഥത്തിന് എന്താണ്? ഒരു കേന്ദ്രമുണ്ട്. ആ കേന്ദ്രത്തെ ഭാഗത്താണ് എന്തുള്ളത്? സൂര്യൻ അല്ലെ. സൗരയൂഥത്തിന്റെ കേന്ദ്രഭാഗത്താണ് സൂര്യൻ. ഗ്രഹങ്ങൾ എന്ത് ചെയ്യുന്നു? ഇതൊക്കെ ഗ്രഹങ്ങളാണ് അല്ലെ, ഇതൊക്കെ ഗ്രഹങ്ങളാണ്. എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ഓർബിറ്റലിലൂടെ, എങ്ങനെയാണ്? ഓർബിറ്റലിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഓർബിറ്റൽ, ഓരോരോ ഓർബിറ്റലുകൾ ഉണ്ട് അല്ലെ, ആ ഓർബിറ്റലിലൂടെ എന്ത് ചെയ്യാണ്? സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കണം. അപ്പൊ ഇതേ മോഡൽ തന്നെയാണ് നമ്മൾ പറയുന്നത് ന്യൂക്ലിയസും ഇലക്ട്രോണും പ്രോട്ടോണും ഒക്കെ പറയുന്നത്. അതിനാണ് ഒരു ഉദാഹരണം വെച്ചിട്ട് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അതേപോലെ നമ്മുടെ ആറ്റത്തിനും എന്തുണ്ട്? ഒരു കേന്ദ്രഭാഗം ഉണ്ട്. ആറ്റത്തിനും എന്തുണ്ട്? ഒരു കേന്ദ്രഭാഗമുണ്ട്. കേന്ദ്രഭാഗത്തെ എന്തു പറയുന്നു? ന്യൂക്ലിയസ് എന്ന് പറയുന്നു. ഇലക്ട്രോണുകൾ അതിന്റെ ഷെല്ലിന് ചുറ്റും, ഇങ്ങനെ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതേ മാതൃകയാണ്. സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെങ്കിൽ സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓർബിറ്റിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. എങ്കിൽ ആറ്റത്തിനും എന്തുണ്ട്? ഒരു കേന്ദ്രമുണ്ട്. ആ കേന്ദ്രഭാഗം, ഇതൊക്കെ പ്രീവിയസ് ആണ്, നന്നായിട്ട് ഇമ്പോർട്ടന്റ് കൊടുത്ത് പഠിക്കണം കേട്ടോ. കേന്ദ്രഭാഗത്ത് ന്യൂക്ലിയസ് ആണ്. ആ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നത് എന്താണ്? ഇലക്ട്രോണുകളാണ്. എന്തൊക്കെയാണ് ബോർ മാതൃകയിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ? നീൽസ് ബോറിന്റെ നമ്മൾ മോഡൽ പറഞ്ഞു അല്ലേ, ഇത് ഒന്ന് നോക്കണം കേട്ടോ, അതൊക്കെ SCERT കിടക്കുന്നതാണ്. ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റലുകളിൽ അല്ലെങ്കിൽ ഷെല്ലുകളിലാണ്. ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണുകൾക്ക് ഒരു നിശ്ചിത ഊർജമുണ്ട്. അതിനാൽ ഷെല്ലുകളെ ഊർജ നിലകൾ, അതായത് എന്താണ്, ഓരോ ഷെല്ലിലെ ഇലക്ട്രോണുകൾക്ക് എന്താണ്? നിശ്ചിതമായിട്ട് ഊർജ്ജമുണ്ട്. അതുകൊണ്ട് ആ ഷെല്ലിനെയൊക്കെ എന്ത് പറയുന്നു? ഊർജ നിലകൾ അല്ലെങ്കിൽ എനർജി ലെവൽസ് എന്ന് പറയുന്നു. ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദർശനം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. ഇതിപ്പോ ഒരു ന്യൂക്ലിയസ്, ഇതിപ്പോ ഇങ്ങനെ ഒരു ന്യൂക്ലിയസ് ആണെങ്കിൽ ഇതിന് ചുറ്റും എന്താണ്? ഇലക്ട്രോണുകൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നില്ല? അവർ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഊർജം കൂടുകയും ചെയ്യുന്നില്ല, അവിടെ ഊർജം കുറയുകയും ചെയ്യുന്നില്ല അല്ലേ. ഊർജം കുറയുമ്പോൾ എന്താണ്? കറക്കം നിൽക്കുകയായിരിക്കാം അല്ലേ. അപ്പൊ എന്താണ്? രണ്ടും അവിടെ സംഭവിക്കുന്നില്ല. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജം കൂടി വരികയാണ്. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും, അതായത് നമ്മൾ പറഞ്ഞപ്പോ ഒരു ന്യൂക്ലിയസ് ഇങ്ങനെയാന്ന് പഠിക്കാം. അപ്പൊ ഇത് ഇങ്ങനെ കറങ്ങുന്നു, ഇങ്ങനെ കറങ്ങുന്നു, ഇങ്ങനെ കറങ്ങുന്നു. അപ്പൊ ഏതിനായിരിക്കും ഊർജം കൂടുതൽ? അവസാനത്തതിനാണ് അല്ലെ. ഇതിനുള്ള ഊർജം ആയിരിക്കില്ല ഏതിലുള്ള ഊർജം? ഇതിലുള്ള ഊർജം. ഇതിന് ഊർജം കൂടുതലായിരിക്കും. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജം കൂടി വരും. നമ്മൾ എന്താണ് ഇതിൽ എങ്ങനെയാ കണക്ട് വെക്കുക? ഒരു സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ ചിലപ്പോൾ ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജ്ജം കുറഞ്ഞു വരുന്നു എന്നൊക്കെ പഠിക്കില്ലേ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇതിന് ഉദാഹരണം പഠിക്കുക? സാധാരണ നമ്മൾ എങ്ങനെ പഠിക്കുക? ഒരു ക്ലാസ്സിൽ ബെഞ്ചിൽ ഇരിക്കുന്നതായിട്ട് സങ്കല്പിക്കില്ലേ. ഫസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുമ്പോൾ നമുക്ക് ടീച്ചർ അടുത്ത് നിൽക്കുമ്പോൾ എന്താണ്? പേടിയാണ് അല്ലേ. അപ്പൊ നമ്മൾ എനർജി ഒന്നും ഇല്ലാതെ പാമ്പോലെ ഇരിക്കും. പക്ഷെ ബാക്ക് ബെഞ്ചിൽ പോയിരുന്നാലോ നമുക്ക് കുറച്ചൊരു എനർജി ഒക്കെ കൂടി നമ്മൾ അങ്ങോട്ട് നിവർന്ന് അങ്ങോട്ട് ഇരിക്കും. കാരണം നമ്മുടെ അടുത്തൊന്നും ക്വസ്റ്റ്യൻ ചോദിക്കില്ല എന്നുള്ളൊരു മനോഭാവമാണ് അല്ലേ. അപ്പൊ ആ ഒരു ചിന്ത മനസ്സിൽ വെച്ചാൽ മതി. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഇതിനുള്ള ആൻസർ വന്നാൽ കിട്ടും. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജം കൂടി വരുന്നു. ഷെല്ലുകൾക്ക് ന്യൂക്ലിയസിൽ നിന്ന് തുടങ്ങിയിട്ട് 1 2 3 4 5 എന്ന നമ്പർ നൽകിയോ അല്ലെങ്കിൽ KLMNO എന്നിങ്ങനെ പേര് നൽകിയോ സൂചിപ്പിക്കാവുന്നതാണ്. ഷെല്ലുകൾക്ക് എങ്ങനെയാണ്? KLMN, K ഷെല്ല്, L ഷെല്ല്, M ഷെല്ല്, N ഷെല്ല്, അങ്ങനെ എന്ത് ചെയ്യും? പോകാറുണ്ട്. ഇതാണ് ബോർ മാതൃകയിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ. നന്നായിട്ട് പഠിക്കണം.
നമുക്കിനി ന്യൂക്ലിയസിനെ കുറിച്ചിട്ട് നോക്കാം. നമ്മൾ ന്യൂക്ലിയസ് പറഞ്ഞിട്ട് ഇത്ര നേരം പറഞ്ഞു അല്ലെ. ഇനി എന്താണ് ന്യൂക്ലിയസ് എന്ന് നോക്കാം. ആറ്റത്തിന്റെ കേന്ദ്ര ഭാഗമാണ് അല്ലെ. നമ്മൾ നേരത്തെ പിക്ചർ വൈസ് ആയിട്ട് പറഞ്ഞു. ആറ്റത്തിന്റെ കേന്ദ്ര ഭാഗമാണ് ഏത്? ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് കണ്ടെത്തിയത് ആരാണ്? റൂദർഫോർഡ് ആണ്. ന്യൂക്ലിയസിന്റെ എല്ലാ ക്വസ്റ്റ്യനും പ്രീവിയസ് ആണ് കേട്ടോ. ന്യൂക്ലിയസ് കണ്ടെത്തിയത് റൂദർഫോർഡ് ആണ്. ഇനി ഈ ന്യൂക്ലിയസിൽ എന്തൊക്കെ കണികകളുണ്ട്? പ്രോട്ടോണും പിന്നെ ന്യൂട്രോണുമാണ്. ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന കണികകളാണ് പ്രോട്ടോണും ന്യൂട്രോണും. ഇലക്ട്രോൺ ഉണ്ടോ? ഇല്ല. കാരണം എന്താണ്? ഇതൊരു ന്യൂക്ലിയസ് ആണെങ്കിൽ ഇതിന് ചുറ്റും ആൾ എന്ത് ചെയ്യാണ്? ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇവിടെ ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്നതിലാണ് ഇങ്ങനെ എന്ത് ചെയ്യുന്നത്? ഇവിടെയൊക്കെ ഓരോ ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത്. അപ്പൊ ഈ ന്യൂക്ലിയസിന് ഉള്ളിൽ മാത്രമാണ് ഏത്? പ്രോട്ടോണും ന്യൂട്രോണും കാണപ്പെടുന്നത്. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ന്യൂക്ലിയസിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ് കേട്ടോ. ന്യൂക്ലിയസിന്റെ ചാർജ് പോസിറ്റീവ് ചാർജ് ആണ്. ഇനി പ്രോട്ടോണും ന്യൂട്രോണും ചേർന്നിട്ടാണ് ഏത് രൂപം കൊള്ളുന്നത്? ന്യൂക്ലിയോണുകൾ രൂപം കൊള്ളുന്നത്. പ്രോട്ടോണും ന്യൂട്രോണും ചേർന്നിട്ടാണ് ന്യൂക്ലിയോൺസ് രൂപം കൊള്ളുന്നത്. ഇനി ഇപ്പൊ ഒരു ആറ്റം എടുക്കുമ്പോൾ അതിൽ പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും മാസുകൾ തമ്മിലുള്ള അനുപാതം എത്ര എന്ന് ചോദിച്ചാൽ, പ്രോട്ടോൺ വന്നിട്ട് 1836, ഇലക്ട്രോൺ വന്നിട്ട് 1836:1. ഇത് പഠിക്കാം കേട്ടോ. ഒരു ആറ്റത്തിലെ പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും മാസുകൾ തമ്മിലുള്ള അനുപാതം. പ്രോട്ടോൺ ആണ് കൂടുതൽ, 1836:1 ഇലക്ട്രോൺ കേട്ടോ. ആറ്റത്തിലെ മുഴുവൻ മാസും എവിടെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്? ആറ്റത്തിലെ മുഴുവൻ മാസും കേന്ദ്രീകരിച്ചിരിക്കുന്നത് നമ്മുടെ ന്യൂക്ലിയസിലാണ്. ഇനി സഞ്ചാരപാത എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓർബിറ്റലാണ് അല്ലെ. അതായത് ആറ്റത്തിന്റെ ന്യൂക്ലിയസുകളുടെ സഞ്ചാരപാത എന്നറിയപ്പെടുന്നത് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയല്ലേ, അതെന്താണ്? ഓർബിറ്റലുകളായിട്ടാണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ന്യൂക്ലിയസിനെ കുറിച്ചിട്ട് പഠിക്കേണ്ടത്. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞു? ന്യൂക്ലിയസിനെ കുറിച്ച് എന്തൊക്കെ പഠിച്ചു? ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കിക്കേ. നമ്മുടെ ആറ്റത്തിന്റെ കേന്ദ്രഭാഗമാണ് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് റൂദർഫോർഡ് ആണ്. ന്യൂക്ലിയസിലെ പ്രോട്ടോണും ന്യൂട്രോണുമാണ് കാണപ്പെടുന്നത്. ന്യൂക്ലിയസിന്റെ ചാർജ് പോസിറ്റീവ് ചാർജ് ആണ്. പ്രോട്ടോണും ന്യൂട്രോണുകളും ചേർന്നിട്ടാണ് ന്യൂക്ലിയോണുകൾ കാണപ്പെടുന്നത്. ഒരു ആറ്റം എന്ന് പറയുന്നത് ഒരു ആറ്റത്തിൽ പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും മാസ് എന്ന് പറയുന്നത് 1836:1 ആണ്. മുഴുവൻ മാസും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണ്. എന്താണ്? ആറ്റത്തിന്റെ മുഴുവൻ മാസും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണ്. ഇനി സഞ്ചാരപാത എന്നറിയപ്പെടുന്ന ഏതാണ്? ഓർബിറ്റലുകൾ അല്ലെങ്കിൽ ഷെല്ലുകളാണ്. ഇനി നമുക്ക് ന്യൂക്ലിയസ് പഠിച്ചു. ഇനി നമുക്ക് ഇലക്ട്രോൺ എന്താണെന്നുള്ളത് പഠിക്കാം. ഇലക്ട്രോൺ കണ്ടെത്തിയത് ആരാണ്? ജെ തോംസൺ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ. 1897 ജെ തോംസൺ ഇലക്ട്രോൺ കണ്ടുപിടിക്കുന്നത്. ഏത് പരീക്ഷണത്തിലൂടെയാണ്? ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണത്തിലൂടെ. ഏതാണ്? ഡിസ്ചാർജ് ട്യൂബ് കേട്ടോ. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണത്തിലൂടെയാണ് ഇലക്ട്രോണിലേക്ക് കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ച പരീക്ഷണം ഏതാണ്? ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണമാണ്. ഇലക്ട്രോൺ എന്ന ഈ വാക്ക് രൂപീകരിച്ച് കൊണ്ടുവന്നത് ആരാണ്? ജോർജ് ജോൺ സ്റ്റോണി. ഒരേ സ്റ്റോ ആണ് കേട്ടോ. ഇലക്ട്രോൺ എന്ന വാക്ക് കൊണ്ടുവന്നത് ജോർജ് ജോൺ സ്റ്റോണി. പഠിച്ചല്ലോ. ഇനി ആറ്റത്തിലെ ഭാരം കുറഞ്ഞ കണമാണ്. ആറ്റത്തിൽ ഏതൊക്കെ കണങ്ങളുണ്ട്? പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ ആണ് അല്ലെ. ഇനി അതിൽ ഭാരം കുറഞ്ഞ കണം ഏതാണ്? അത് ഇലക്ട്രോൺ ആണ്. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണവും ഏതാണ്? ഇലക്ട്രോൺ ആണ്. അപ്പൊ ഭാരം കുറഞ്ഞ കണവുമാണ്, നെഗറ്റീവ് ചാർജുള്ള കണവും ഏത് തന്നെയാണ്? ഇലക്ട്രോൺ ആണ്. ഇനി എന്താണ് ഈ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണം എന്ന് പറയുന്നത്? ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണത്തിൽ കണ്ടുപിടിച്ച നിഗമനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിസ്ചാർജ് ട്യൂബിലെ കാഥോഡിൽ നിന്നും വരുന്ന രശ്മിക്ക് നെഗറ്റീവ് ചാർജ് ആണ്. ഈ ഡിസ്ചാർജ് ട്യൂബിൽ കാഥോഡിൽ നിന്നും ഏത് ചാർജാണ്? കാഥോഡില് നെഗറ്റീവ് ചാർജ് ആണ് കേട്ടോ. കാഥോഡിൽ നിന്ന് വരുന്ന രശ്മികൾക്ക് നെഗറ്റീവ് ചാർജ് ആണ്. അതുപോലെ ഈ കണങ്ങൾക്ക് എന്തുണ്ട്? മാസും ഊർജവും ഉണ്ട്. അതുപോലെ ഊർജവും
ഉണ്ട്. ഏത് വാതകം എടുത്താലും ഡിസ്ചാർജ് നടത്തിയാലും അവയിൽ നിന്നെല്ലാം ഒരേ ഇനം നെഗറ്റീവ് ചാർജ് ഉള്ള കണങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ ഈ ഡിസ്ചാർജ് ട്യൂബിൽ പരീക്ഷണത്തില് ഏത് കണം എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഏത് വാതകങ്ങൾ എടുത്താലും എന്ത് ചെയ്തിട്ട് ഡിസ്ചാർജ് നടത്തിയാലും അവിടെ ഒരേ എന്താ കാണുന്നത്, ഒരേ നെഗറ്റീവ് ചാർജ് മാത്രമാണ് കാണുന്നത്. അങ്ങനെയാണ് ഇലക്ട്രോണിലേക്ക് എത്തിപ്പെടുന്നത് കേട്ടോ. അങ്ങനെ എല്ലാ പദാർത്ഥങ്ങളിലുള്ള പൊതു ഘടകമാണ് ഇത്. അതുപോലെ ആറ്റത്തെ എന്ത് ചെയ്യാം, വിഭജിക്കാം. ആറ്റത്തെ വിഭജിക്കാം. ഇതൊക്കെ എന്താണ്, ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളുടെ നിഗമനങ്ങളിൽ വരുന്നതാണ്. അപ്പൊ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണത്തിലൂടെയാണ് ജെ തോംസൺ ഇലക്ട്രോണിന്റെ കണ്ടുപിടുത്തത്തിലേക്ക് എത്തിച്ചേരുന്നത് 1897. ഇലക്ട്രോൺ എന്ന പദം കൊണ്ടുവന്നത് ജോർജ് ജോൺ സ്റ്റോണിയാണ്. അത് പിന്നെ ഭാരം കുറഞ്ഞ കണമാണ്, നെഗറ്റീവ് കണമാണ്. ഇതൊക്കെ എന്താണ്, ഇലക്ട്രോൺ ആണ് അല്ലെ. ഇനി ഡിസ്ചാർജ് ട്യൂബിന്റെ പരീക്ഷണങ്ങൾ നടക്കുന്ന സമയത്ത് അദ്ദേഹം കുറച്ച് നിഗമനങ്ങളിൽ എത്തിച്ചേർന്നു. എന്തൊക്കെയാണ് നിഗമനങ്ങള്? ഡിസ്ചാർജ് ട്യൂബിലെ കാഥോഡിൽ നിന്നും വരുന്ന രശ്മികൾക്കൊക്കെ എന്ത് ചാർജ് ആണ്? കാരണം ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം കാഥോഡിൽ നിന്ന് വരുന്ന രശ്മിക്കൊക്കെ എന്തായിരിക്കും, നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ആ കണങ്ങൾക്കൊക്കെ എന്തുണ്ട്, മാസും ഊർജവും ഒക്കെ ഉണ്ട്. പിന്നെ ഏത് വാതകം എടുത്തിട്ട് അദ്ദേഹം ഡിസ്ചാർജ് ട്യൂബിലൂടെ പരീക്ഷണം നടത്തിയപ്പോഴൊക്കെ എന്താണ് കണ്ടുപിടിച്ചത്, ഒരേ ഇനം നെഗറ്റീവ് ചാർജ് ഉള്ള കണങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് കണ്ടെത്തി. അതുപോലെ ആറ്റത്തെ വിഭജിക്കാം എന്നൊക്കെ കണ്ടെത്തിയത് ആര് തന്നെയാണ്, ജെ തോംസൺ ആണ്. അതൊക്കെ ഏതിലൂടെ വന്ന നിഗമനങ്ങളാണ്, ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ വന്ന കണങ്ങളാണ്. ഇനി ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണ്? ഇലക്ട്രോണിന്റെ ചാർജും ഇലക്ട്രോണിന്റെ മാസും പഠിച്ചു വെക്കണം. ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത്, ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തിയത് ആരാണ്, മില്ലിക്കൺ ആണ് കേട്ടോ. ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തിയത് മില്ലിക്കൺ ആണ്. ഇലക്ട്രോണിന്റെ മാസ് എത്രയാണ്, 9.1 × 10⁻⁻31 കിലോഗ്രാം. 9.1 × 10⁻⁻31 kg ആണ് ഏത്, ഇലക്ട്രോണിന്റെ മാസ്. അപ്പൊ നമ്മള് നേരത്തെ പഠിച്ചു, ഇലക്ട്രോണിന്റെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ച പരീക്ഷണമാണ് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണം. എങ്കിൽ ഇലക്ട്രോൺ ചാർജിന്റെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ച പരീക്ഷണം ഏതാണ്, ഓയിൽ ഡ്രോപ്പ് പരീക്ഷണമാണ്. ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം. രണ്ടും മറക്കരുത്. ഇലക്ട്രോണിൽ പഠിക്കാനുള്ള 2 പരീക്ഷണങ്ങളാണ് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണവും ഓയിൽ ഡ്രോപ്പ് പരീക്ഷണവും. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണമാണ് ജെ തോംസണിനെ ഇലക്ട്രോണിന്റെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത് എങ്കിൽ ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തിയത് മില്ലിക്കൺ ആണ്. ആ മില്ലിക്കണ് എങ്ങനെയാണ് ഇലക്ട്രോണിന്റെ ചാർജിലേക്ക് കണ്ടുപിടിക്കാൻ സഹായകമായത്, ഓയിൽ ഡ്രോപ്പ് പരീക്ഷണത്തിലൂടെയാണ്. ഇനി ഇലക്ട്രോണിന്റെ മാസും ഇലക്ട്രിക്കൽ ചാർജും തമ്മിലുള്ള അനുപാതം കണ്ടെത്തിയത്, ഇലക്ട്രോണിന് എന്തൊക്കെയുണ്ട്, ചാർജും ഉണ്ട്, അതുപോലെ മാസും ഉണ്ട്. ഇവ തമ്മിലുള്ള അനുപാതം കണ്ടെത്തിയത് ആരാണ്, ഇലക്ട്രോൺ കണ്ടുപിടിച്ച ജെ തോംസൺ ആണ്. ഇനി ലോഹങ്ങളുടെ ചാലകത നിർണ്ണയിക്കുന്നത് ആരാണ്, ലോഹങ്ങളുടെ ചാലകത നിർണ്ണയിക്കുന്നത് ആരാണ്, ഇലക്ട്രോൺ ആണ്. അതുപോലെ ഒരു പദാർത്ഥത്തിന്റെ രാസ സ്വഭാവം നിർണ്ണയിക്കുന്നതും ഇലക്ട്രോൺ ആണ് കേട്ടോ. ഇനി ഒരാറ്റത്തിലെ ചലിക്കുന്ന കണങ്ങൾ ഏതാണ്, കാരണം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണല്ലോ, അപ്പൊ അവിടെ ചലിക്കുന്ന കണം ഏതാണ്, ഇലക്ട്രോൺ ആണ്. അപ്പൊ ലോഹങ്ങളുടെ ചാലകത നിർണ്ണയിക്കുന്നത് ഇലക്ട്രോൺ ആണ്. ലോഹങ്ങളുടെ ഒരു പദാർത്ഥത്തിന്റെ രാസ സ്വഭാവം നിർണ്ണയിക്കുന്നത് ഇലക്ട്രോൺ ആണ്. ഒരാറ്റത്തിലെ ചലിക്കുന്ന കണങ്ങളാണ് ഇലക്ട്രോൺ. ഓക്കെ, അപ്പോൾ ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത വ്യക്തിയാണ്, ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ട് ആണ്. അപ്പോൾ എനിക്ക് സയൻസ്, ഇപ്പോൾ ഒരു സയൻസ് നല്ല രീതിയിൽ ബാക്ക്ഗ്രൗണ്ടുള്ള വ്യക്തിക്ക് നല്ല രീതിയിൽ ക്ലാസ് എടുക്കാനാണ്. അപ്പൊ എനിക്ക് എൻ്റെതായിട്ടുള്ള അപാകതകൾ ഉണ്ടാവും ക്ലാസ് എടുക്കുന്നതിൽ. നമുക്കറിയാം ഓരോരോ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ അവരവർ പഠിച്ച വിഷയങ്ങളാകുമ്പോൾ അവരവർ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യില്ലേ. അപ്പൊ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, നമുക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ SRT എല്ലാം ഉൾപ്പെടുത്തി, പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെ ഉൾപ്പെടുത്തി, എനിക്ക് ഒരു പോയിന്റ് ഒഴിവാക്കാനില്ല. അപ്പൊ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് മാത്രം പറയുകയാണ്. നമുക്കിനി അടുത്തത് പ്രോട്ടോണെ കുറിച്ചിട്ട് മനസ്സിലാക്കി വരാം. എന്താണ് പ്രോട്ടോൺ എന്നുള്ളത് പഠിക്കുക കേട്ടോ, നല്ല രീതിയിൽ പഠിക്കുക. പ്രോട്ടോൺ കണ്ടെത്തിയത് ആരാണ്, പ്രോട്ടോൺ കണ്ടെത്തിയത്
റൂദർഫോർഡ് ആണ്. പ്രോട്ടോൺ കണ്ടെത്തിയത് ആരാണ്? റൂദർഫോർഡ് ആണ്. പ്രോട്ടോണിന്റെ മാസ് എത്രയാണ്? പ്രോട്ടോണിന്റെ മാസ് 1.672 × 10⁻⁻27 കിലോഗ്രാം ആണ് പ്രോട്ടോണിന്റെ മാസ്. അപ്പൊ പ്രോട്ടോൺ കണ്ടെത്തിയത് റൂദർഫോർഡ്. പ്രോട്ടോണിന്റെ മാസ് 1.672 × 10⁻⁻27 kg ആണ്. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് ഇത്. അപ്പൊ പ്രോട്ടോണിന്റെ ചാർജ്, പ്രോട്ടോൺ പറയുമ്പോ പി അല്ലേ വരുന്നത്, അപ്പൊ പോസിറ്റീവ് ചാർജ് ആണ് ആറ്റത്തിന്. ഇതിന് പ്രോട്ടോണിന് ഉള്ളത് പോസിറ്റീവ് ചാർജ് ആണ്. ഒരു ആറ്റം ഏതാണ് എന്ന് തീരുമാനിക്കുന്നത് അതിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ്. ആറ്റം ഏതാണ് എന്ന് തീരുമാനിക്കുന്നത് ഏത് കണമാണ്? പ്രോട്ടോൺ ആണ് കേട്ടോ. അപ്പൊ പ്രോട്ടോണിനെ കുറിച്ച് എന്തൊക്കെ പഠിച്ചു? പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡ് ആണ്. പ്രോട്ടോണിന്റെ മാസ് 1.672 × 10⁻⁻27 kg ആണ്. പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. ആറ്റം ഏതാണ് എന്ന് തീരുമാനിക്കുന്നത് അതിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ്. ഇനി ഒരു ആറ്റത്തിന്റെ എന്തൊക്കെയാണ്? ഐഡന്റിറ്റി കാർഡ്, ഒരു ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ്. പിന്നെ എന്താണ്? ഫിംഗർ പ്രിന്റ്. ഫിംഗർ പ്രിന്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? പ്രോട്ടോൺ ആണ്. ഐഡന്റിറ്റി കാർഡ്, ഫിംഗർ പ്രിന്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് പ്രോട്ടോൺ ആണ്. ഇനി ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെ എണ്ണവും എന്താണ്? തുല്യമാണ്. പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം. പ്രോട്ടോൺ ഒരു 10 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ ഇലക്ട്രോണും എത്ര തന്നെയായിരിക്കും? 10 ആയിരിക്കും. 20 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ എണ്ണം 20 ഇലക്ട്രോൺ ആയിരിക്കും. അപ്പൊ മനസ്സിലായല്ലോ? പ്രോട്ടോൺ കണ്ടെത്തിയത് റൂദർഫോർഡ്. ഒന്നും കൂടി പറഞ്ഞേ, ഒപ്പം പറഞ്ഞു വന്നേ. പ്രോട്ടോൺ കണ്ടെത്തിയത് റൂദർഫോർഡ് ആണ്. 1.672 × 10⁻⁻27 kg ആണ് പ്രോട്ടോണിന്റെ മാസ്. പ്രോട്ടോണിന്റെ ചാർജ് പി അല്ലേ പ്രോട്ടോൺ, അപ്പൊ പോസിറ്റീവ് ചാർജ്. ഒരു ആറ്റം ഏതാണ് എന്ന് തീരുമാനിക്കുന്നത് അതിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ്. ആറ്റത്തിന്റെ അതായത് ഐഡന്റിറ്റി കാർഡ്, ഫിംഗർ പ്രിന്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് പ്രോട്ടോൺ ആണ്. പ്രോട്ടോണും ഇലക്ട്രോണും, ഒരു ആറ്റത്തിലെ പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും എണ്ണം തുല്യമായിരിക്കും. ഇനി എന്താണ് ഗോൾഡ് ഫോയിൽ പരീക്ഷണം എന്നുള്ളത് നോക്കാം. വളരെ നേർത്ത ഗോൾഡ് അല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നോക്കിയേ. സ്വർണ്ണത്തകിടിലൂടെ ഏത് ചാർജാണ്? പോസിറ്റീവ് ചാർജുള്ള ആൽഫ കണങ്ങൾ കടത്തിവിട്ടാണ് അദ്ദേഹം പരീക്ഷണം നടത്തിയത്. സ്വർണ്ണത്തകിടിലൂടെ പുറത്തു വരുന്ന ആൽഫ കണങ്ങൾ വൃത്താകൃതിയിൽ ക്രമീകരിച്ച ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ പതിപ്പിച്ചു. ഇതിന്റെ നിരീക്ഷണ ഫലങ്ങൾ വിശകലനം ചെയ്താണ് നിഗമനങ്ങൾ രൂപീകരിച്ചത്. ആറ്റത്തിന്റെ ഭൂരിഭാഗവും ശൂന്യമാണെന്നും പോസിറ്റീവ് ചാർജ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു ഭാഗമുണ്ടെന്നും അദ്ദേഹം സമർപ്പിച്ചു. ഈ കേന്ദ്രമാണ് ആറ്റത്തിന്റെ ന്യൂക്ലിയസ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ എന്താണ് ഗോൾഡ് ഫോയിൽ പരീക്ഷണത്തിൽ പറയുന്നത്? വളരെ നേർത്ത സ്വർണ്ണത്തകിടിലൂടെ പോസിറ്റീവ് ചാർജുള്ള ഏത് കണങ്ങളാണ് കടത്തിവിട്ടത്? ആൽഫ കണങ്ങൾ കടത്തിവിട്ടിട്ടാണ്. എന്താണ്? ആൽഫ കണങ്ങൾ കടത്തിവിട്ടിട്ടാണ് എന്ത് ചെയ്തത്? അദ്ദേഹം പരീക്ഷണം നടത്തിയത്. റൂദർഫോർഡ് കേട്ടോ. സ്വർണ്ണത്തകിടിലൂടെ പുറത്തു വരുന്ന ആൽഫ കണങ്ങൾ വൃത്താകൃതിയിൽ ക്രമീകരിച്ച ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ പതിപ്പിക്കുകയും നിരീക്ഷണ ഫലങ്ങൾ വിശകലനം ചെയ്ത് നിഗമനങ്ങൾ രൂപീകരിക്കുകയും ചെയ്തു. ആറ്റത്തിന്റെ ഭൂരിഭാഗവും എന്താണ്? ശൂന്യമാണ്. പോസിറ്റീവ് ചാർജ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തിനെ പറയുന്ന പേരാണ് ആറ്റത്തിന്റെ ന്യൂക്ലിയസ് എന്നുള്ളത്. ഇനി നമുക്ക് ന്യൂട്രോണിനെ കുറിച്ചിട്ട് പഠിക്കാം. എന്താണ് ന്യൂട്രോൺ? നമ്മൾ പ്രോട്ടോണും ഇലക്ട്രോണും ഒക്കെ പഠിച്ചു അല്ലേ? ഇനി നമുക്ക് ന്യൂട്രോൺ എന്താന്നുള്ളത് മനസ്സിലാക്കാം. ഒരു ആറ്റത്തിലെ ഭാരം കൂടിയ മൗലിക കണമാണ്. ഭാരം കുറഞ്ഞത് ഏതാണ്? ഇലക്ട്രോൺ ആണ് അല്ലേ? ഭാരം കൂടിയ മൗലിക കണമാണ് ന്യൂട്രോൺ എന്ന് പറയുന്നത്. ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ്. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണമാണ് ഏത്? ന്യൂട്രോൺ എന്ന് പറയുന്നത്. ചാർജ് ഇല്ല കേട്ടോ. ആറ്റത്തിൽ എന്താണ്? ന്യൂട്രോണിന് നോ ചാർജ് എന്ന് പഠിക്കുക കേട്ടോ. ചാർജ് ഇല്ല. ന്യൂട്രോണിന് നോ. ന്യൂട്രോൺ ഇല്ല നമ്മൾ എഴുതുക. ന്യൂട്രോൺ അപ്പൊ നോ ചാർജ്. ഭാരം കൂടിയ മൗലിക കണം. ആറ്റത്തിലെ ഭാരം കൂടിയ മൗലിക കണമാണ്. ന്യൂട്രോണിന് ചാർജ് ഇല്ല. ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ്. ന്യൂക്ലിയസില് ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ. ഒരുപാട് പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ന്യൂക്ലിയസ് ഉണ്ടല്ലോ, ആറ്റത്തിന്റെ കേന്ദ്രഭാഗമായ ന്യൂക്ലിയസില് ന്യൂട്രോൺ ഇല്ലാത്ത
ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഏത് എന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജൻ ആണ്. ഇനി ന്യൂട്രോണിന്റെ എണ്ണം കാണുന്നത് എങ്ങനെയാണ്? ഒരു ആറ്റത്തില് എത്ര ന്യൂട്രോൺ ഉണ്ട് എന്ന് എണ്ണം കാണുന്നത് എങ്ങനെയാണ്? മാസ് നമ്പർ മൈനസ് അറ്റോമിക നമ്പർ ആണ് ന്യൂട്രോണുകളുടെ എണ്ണം കാണാനുള്ളത്. ഇനി നമ്മൾ ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ പഠിച്ചു. അതിന്റെ മൂന്നും തമ്മിലുള്ള ഒരു ടേബിൾ ആണ് ഇത്. എന്ത് ചെയ്താ നമ്മൾ നേരത്തെ പഠിച്ചത് മുഴുവൻ ഇതിലുണ്ട് കേട്ടോ. ഈ ടേബിൾ നോക്കിയിട്ട് നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണ്, മാസ് തീരെ കുറവാണ്. ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന്റെ 1837 ഒരു ഭാഗം, 1837 ഒരു ഭാഗമാണ്. ന്യൂക്ലിയസിന് പുറത്തായിട്ടാണ് കാണപ്പെടുന്നത്. പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ് ആണ്, മാസ് ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യമാണ്. ഇവിടെയോ മാസ് തീരെ കുറവാണ് അല്ലെ. ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന്റെ 1837 ഒരു ഭാഗമേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യമാണ് മാസ്. ആരുടേത്? പ്രോട്ടോണിത്. ന്യൂക്ലിയസിലാണ് കാണപ്പെടുന്നത്. ന്യൂട്രോണിനോ ചാർജ് ഇല്ല. മാസ് ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യമാണ്, ന്യൂക്ലിയസിലാണ് കാണപ്പെടുന്നത്. ആറ്റത്തിലെ മൗലിക കണങ്ങളായിട്ടുള്ള പ്രോട്ടോണ്, ഇലക്ട്രോണ്, ന്യൂട്രോൺ പഠിച്ചു. അതിന് പുറമെ ആറ്റത്തിൽ കുറെ ആന്റി പാർട്ടിക്കിളുകൾ ഉണ്ട്. അത് എന്തൊക്കെയാന്നുള്ളത് നോക്കാം. മൗലിക കണങ്ങൾക്ക് പുറമെ ആറ്റത്തിന്റെ കണങ്ങളെ കണ്ടെത്തിയിട്ടുള്ള മറ്റുള്ള സൂക്ഷ്മ കണങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആന്റി പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ആന്റി പ്രോട്ടോൺ, പിന്നെയോ ആന്റി ന്യൂട്രോൺ, ആന്റി ന്യൂട്രോൺ, പിന്നെ പോസിട്രോൺ, മിസോണുകൾ. ഇതൊക്കെ എന്താണ്? ആറ്റത്തില് മൗലിക കണങ്ങൾക്ക് പുറമെ കാണപ്പെടുന്ന മറ്റു കണങ്ങൾ, അതായത് ആന്റി പാർട്ടിക്കിൾസ് ആണ്. ആന്റി പ്രോട്ടോണും ആന്റി ന്യൂട്രോണും പോസിട്രോണും മിസോണുകളും. ഇലക്ട്രോണിന്റെ അതേ മാസ് ഉള്ളതും ഇലക്ട്രോണിന്റെ വിപരീത ചാർജ് ഉള്ളതുമായ കണമാണ് പോസിട്രോൺ എന്ന് പറയുന്നത്. ട്രോൺ കണ്ടോ? നമ്മൾ ഇലക്ട്രോൺ എന്നല്ലേ പറയാ? ഇലക്ട്രോണ് നമ്മൾ നേരത്തെ ഇലക്ട്രോൺ പഠിച്ചില്ലേ? അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഏത്? പോസിട്രോൺ എന്ന് പറയുന്നത്. ഇലക്ട്രോണിന്റെ അതേ മാസ് ഉള്ളതും ഇലക്ട്രോണിന് വിപരീത ചാർജ് ഉള്ളതുമായ, ഇലക്ട്രോണിന്റെ വിപരീത ചാർജ് ഉള്ളതുമായ കണങ്ങളാണ്. അതായത് ഇലക്ട്രോൺ എന്ത് ചാർജ് ആണ്? നെഗറ്റീവ് ചാർജ് ആണ് അല്ലെ. അപ്പൊ പോസിട്രോണിൽ എന്തായിരിക്കും? പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഇനി പോസിട്രോൺ ഉൾപ്പെടെയുള്ള ആന്റി പാർട്ടിക്കിളുടെ സാന്നിധ്യം പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? പോൾ ഡിറാക് ആണ് കേട്ടോ. പോൾ ഡിറാക് ആണ് പോസിട്രോൺ ഒക്കെ കണ്ടെത്തിയത്. പോസിട്രോൺ. അപ്പൊ ചാർജ് എന്താണ്? പോസിട്രോണിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. ഇലക്ട്രോണിന്റെ എന്താണോ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും പോസിട്രോൺ ഉള്ളത്. ഇനി പോസിട്രോൺ ഉൾപ്പെടെയുള്ള ആന്റി പാർട്ടിക്കിളുടെ സാന്നിധ്യം പ്രവചിച്ച ശാസ്ത്രജ്ഞനാണ് കേട്ടോ. അതായത് ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് പ്രവചിച്ച ശാസ്ത്രജ്ഞനാണ് ആര്? പോൾ ഡിറാക്. അതായത് നമ്മുടെ ആറ്റത്തിലെ മൗലിക കണങ്ങളായിട്ടുള്ള പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും ന്യൂട്രോണിന്റെയും കണങ്ങൾക്ക് പുറമെ കുറെ ആന്റി പാർട്ടിക്കിളുകൾ നമ്മുടെ ആറ്റത്തിലുണ്ട്. അവയെല്ലാം ആന്റി പ്രോട്ടോൺ ആണ്, ആന്റി ന്യൂട്രോൺ ആണ്, പോസിട്രോണുകളുണ്ട്, മിസോണുകളുണ്ട് എന്നൊക്കെ അതിനെക്കുറിച്ച് അതിന്റെ സാന്നിധ്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പ്രവചിച്ച ശാസ്ത്രജ്ഞൻ മാത്രമാണ് ആര്? പോൾ ഡിറാക് എന്ന് പറയുന്നത്. എങ്കിൽ ഈ പോസിട്രോൺ കണ്ടെത്തിയതാണ്. അതിലുള്ള പോസിട്രോൺ കണ്ടെത്തണം അല്ലെ, ഇങ്ങോട്ട് എടുക്കണം. അത് പോസിട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? കോൾ ആൻഡേഴ്സൺ ആണ്. ആരാണ്? കോൾ ആൻഡേഴ്സൺ ആണ് പോസിട്രോൺ കണ്ടെത്തിയത്. ഇനി ഈ പോസിട്രോണിന്റെ സാന്നിധ്യം ഉപയോഗപ്പെടുത്തിയിട്ട് എന്ത് ചെയ്തു? ഏത് ഐസോട്ടോപ്പ് ഉപയോഗിച്ചിട്ടാണ്? കാർബൺ 11. ഏതാണ്? കാർബൺ 11 എന്ന ഐസോട്ടോപ്പ് ഉപയോഗിച്ചിട്ടാണ്. പഠിക്കണ 12, 13, 14 എന്നിട്ടൊക്കെ തരും. കാർബൺ 11 എന്ന ഐസോട്ടോപ്പ് ഉപയോഗിച്ചിട്ടാണ് പോസിട്രോണിന്റെ സാന്നിധ്യം എന്ത് ചെയ്തത്? ഉപയോഗപ്പെടുത്തിയിട്ട് പോസിട്രോൺ എമിഗ്രഷൻ ടോമോഗ്രഫി ടെക്നിക്കൽ ഉപയോഗിച്ചത്. ഓക്കെ, അപ്പൊ പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി ടെക്നിക്കിൽ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏത് എന്ന് ചോദിച്ചാൽ അത് എന്താണ്? ഈ ടെക്നിക്ക് പറയുന്നത് പോസിട്രോണിന്റെ സാന്നിധ്യം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ഒരു ടെക്നിക്കലാണ് ഏത്? പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി. അതിൽ ഉപയോഗിച്ചിട്ടുള്ള കാർബണിന്റെ ഐസോട്ടോപ്പാണ് കാർബൺ 11 എന്ന് പറയുന്നത്.
ഇനി പ്രോട്ടോണിന്റെ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആന്റി പ്രോട്ടോൺ എന്താണെന്നുള്ളത് നോക്കണം അല്ലേ. അപ്പൊ എന്തായിരിക്കും? പ്രോട്ടോണിന്റെ വിപരീതമായിരിക്കും ഏത്? ആന്റി പ്രോട്ടോൺ. അപ്പൊ പ്രോട്ടോൺ നമ്മൾ പഠിച്ചു നേരത്തെ അല്ലേ. അതിന്റെ എല്ലാ കാര്യങ്ങളും ഓപ്പോസിറ്റ് ആക്കിയിട്ട് ഏതിൽ എഴുതുക? ആന്റി പ്രോട്ടോണിൽ എഴുതുക. പ്രോട്ടോണിന് തുല്യ മാസ് ഉള്ളതും പ്രോട്ടോണിന്റെ വിപരീത, പ്രോട്ടോണിന് എന്ത് ചാർജ് നമ്മൾ പറഞ്ഞത്? പി പറയുമ്പോ പോസിറ്റീവ് ചാർജ് ആണ്. എങ്കിൽ ആന്റി പ്രോട്ടോൺ എന്തായിരിക്കും? നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ഇനി ആന്റി പ്രോട്ടോൺ കണ്ടെത്തിയത് ആരാണ്? ഇത് കണ്ടെത്തിയത് ചേംബർലൈനും സെഗ്രയുമാണ്. ചേംബർലൈനും സെഗ്രയുമാണ്. ഇനി ന്യൂട്രോണിന്റെ ആന്റി പാർട്ടിക്കിൾ ആണ് ആന്റി ന്യൂട്രോൺ എന്ന് പറയുന്നത്. അപ്പൊ ന്യൂട്രോണിന് എന്താണോ അല്ലെ, ന്യൂട്രോണിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഏത്? ആന്റി ന്യൂട്രോൺ എന്ന് പറയുന്നത്. ആന്റി ന്യൂട്രോൺ കണ്ടെത്തിയത് ബ്രൂസ് കോർക്ക് ആണ്. അപ്പൊ പോസിട്രോൺ കണ്ടെത്തിയത് കോൾ ആൻഡേഴ്സൺ ആണെങ്കിൽ, ആന്റി പ്രോട്ടോൺ കണ്ടെത്തിയത് ചേംബർലൈനും സെഗ്രയും ആണെങ്കിൽ, ആന്റി ന്യൂട്രോൺ കണ്ടെത്തിയത് ബ്രൂസ് കോർക്ക് ആണ്. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമ്മൾ ഇതുപോലെ കുറെ ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചിട്ട് പറഞ്ഞു അല്ലെ. നമുക്കത് എന്ത് ചെയ്യാം? ഒന്ന് ക്രോഡീകരിച്ചിട്ട് ഞാൻ ഒന്നും കൂടി ഇവിടെ പറഞ്ഞു തരാം കേട്ടോ. കണ്ടുപിടിച്ചവര് ആരൊക്കെയാണ് എന്നുള്ളത് ഒന്ന് ക്രോഡീകരിച്ചിട്ട് പറഞ്ഞു തരാം. ആറ്റം കണ്ടെത്തിയത് ആരാണ്? ഒന്ന് പറഞ്ഞേ. ഞാൻ ക്ലാസ് ഇത്ര നേരം എടുത്തു തന്നില്ല, വായിച്ചിട്ട് എത്ര പ്രാവശ്യം പറഞ്ഞു? ഒന്ന് പറഞ്ഞേ. ഒപ്പം പറഞ്ഞു വരണേ കേട്ടോ. ആറ്റം കണ്ടെത്തിയത്, ടൈം തരാ. ആറ്റം നിങ്ങൾക്ക് റിവിഷൻ പോലെയായി, പഠിച്ചത് ഓർമ്മ വെക്കുക കേട്ടോ. ജോൺ ഡാൾട്ടൺ ആണ് ആറ്റം കണ്ടെത്തിയത്. ഇനി ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ തോംസൺ. വേഗം പറയണം കേട്ടോ. ജെ തോംസൺ ആണ്. എങ്കിൽ പ്രോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. എങ്കിൽ ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോൺ കണ്ടെത്തിയത്. പിന്നെ ഏതൊക്കെ പഠിച്ചു? ആന്റി ന്യൂട്രോൺ കണ്ടെത്തിയത് ബ്രൂസ് കോർക്ക്. ആന്റി പ്രോട്ടോൺ കണ്ടെത്തിയത് ചേംബർലൈനും പിന്നെ സെഗ്രയുമാണ് അല്ലെ. ചേംബർലൈൻ ആൻഡ് സെഗ്രെ. പിന്നെ പോസിട്രോൺ കണ്ടെത്തിയത് കോൾ ആൻഡേഴ്സൺ. ആന്റി പ്രോട്ടോൺ ചേംബർലൈൻ, സെഗ്രെ, ആന്റി ന്യൂട്രോൺ ബ്രൂസ് കോർക്ക്. പിന്നെ ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക കണ്ടെത്തിയത് റൂദർഫോർഡ് അല്ലെ. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക കണ്ടെത്തിയത് റൂദർഫോർഡ്. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ, വാട്ടർമെലൺ മോഡൽ, ഇതൊക്കെ ആരാണ്? ജെ തോംസൺ. ആറ്റത്തിന്റെ വേവ് മെക്കാനിക് മാതൃക കണ്ടെത്തിയത് ഇർവിൻ ഷ്രോഡിംഗർ എന്നും പറയും, ഷ്രോഡിംഗർ എന്നൊക്കെ പറയും. ഇർവിൻ ഷ്രോഡിംഗർ. ഇനി അനിശ്ചിതത്വ സിദ്ധാന്തം അൺസർട്ടൈനിറ്റി പ്രിൻസിപ്പിൾ. ആരാണ് അനിശ്ചിതത്വ സിദ്ധാന്തം? ഹെയ്സൻബർഗ്. അൺസർട്ടൈനിറ്റി പ്രിൻസിപ്പിൾ, അതായത് അനിശ്ചിതത്വ സിദ്ധാന്തം കണ്ടെത്തിയത് ഹെയ്സൻബർഗ്. അപ്പൊ ഇത്രയും പേരാണ് നമുക്ക് ആറ്റം എന്ന ടോപ്പിക്കിൽ കണ്ടുപിടിച്ചവരിലുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്തത് അറ്റോമിക നമ്പർ എന്താണെന്നുള്ളത് പഠിക്കാം. അറ്റോമിക നമ്പർ പറയുമ്പോൾ നമ്മുടെ ആറ്റം ഉണ്ടല്ലോ, ആ ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണമാണ്. പ്രോട്ടോണുകളുടെ എണ്ണം തന്നെ ആയിരിക്കും. ഇപ്പൊ പ്രോട്ടോൺ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പ്രോട്ടോൺ ഒരു 10 എണ്ണം ഉണ്ടെങ്കിൽ ഇലക്ട്രോണിന്റെ എണ്ണം എന്തായിരിക്കും?
10 തന്നെയായിരിക്കും അല്ലേ? അപ്പൊ പ്രോട്ടോണുകളുടെ ആകെ എണ്ണമാണ് ഏത് അറ്റോമിക നമ്പർ എന്ന് പറയുന്നത്. അറ്റോമിക നമ്പറിനെ സൂചിപ്പിക്കുന്ന പ്രതീകം എങ്ങനെയാണ്? Z ആണ് അല്ലെ? അറ്റോമിക നമ്പറിനെ സൂചിപ്പിക്കുന്ന പ്രതീകം Z ആണ്. ഇനി അറ്റോമിക് നമ്പർ എന്താണ്? പ്രോട്ടോണുകളുടെ ആകെ, ഒരു ആറ്റത്തിലെ ആകെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് ഏത് അറ്റോമിക നമ്പർ എന്ന് പറയുന്നത്. പ്രോട്ടോണിനെ എങ്ങനെയാണ് അറ്റോമിക് നമ്പറിനെ സൂചിപ്പിക്കുന്ന ഇനീഷ്യൽ ഏതാണ്? Z എന്നാണ്. ഇനി പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണമാണ് ഏത് മാസ് നമ്പർ എന്ന് പറയുന്നത്. അറ്റോമിക മാസ് നമ്പർ എന്ന് പറയുന്നത് ഇതാണ്. പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണമാണ് മാസ് നമ്പർ. പ്രോട്ടോണുകളുടെ ആകെ എണ്ണമാണ് അറ്റോമിക നമ്പർ. എങ്കിൽ മാസ് നമ്പറിന്റെ പ്രതീകം എന്താണ്? A ആണ് അല്ലെ? മാസ് നമ്പറിനെ സൂചിപ്പിക്കുന്ന പ്രതീകം A ആണ്. അറ്റോമിക നമ്പറിനെ സൂചിപ്പിക്കുന്ന പ്രതീകം Z ആണ്. ഒരേ മാസ് നമ്പർ, ഇത് എപ്പോഴും ഈ മേഖലയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. ഒരേ മാസ് നമ്പർ ആകുമ്പോൾ ഇവിടെ എന്താകും? വ്യത്യസ്തമായിട്ടുള്ള അറ്റോമിക നമ്പർ ആയിരിക്കും. വ്യത്യസ്ത അറ്റോമിക നമ്പർ. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളെ പറയുന്ന പേരാണ് ഐസോബാർസ്. ഇതാണ് ഐസോബാർ കേട്ടോ. ഐസോബാർ. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള അതാണ് ഏത് ഐസോബാർസ് എന്ന് പറയുന്നത്. അതായത് ഉദാഹരണം, ഇപ്പൊ കാൽസ്യത്തിന്റെ അറ്റോമിക നമ്പർ എത്രയാണ് നോക്കിക്കോ? 20. നോക്കി ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ 20 എഴുതിയിട്ടുണ്ട്, അതുപോലെ 40 എഴുതിയിട്ടുണ്ട്. ഇനി ആർഗൺ അതില് 18 40 നോക്കിക്കോ. ഇവിടെ എന്താണ്? മാസ് നമ്പർ എപ്പോഴും നമ്മൾ എവിടെയാണ് എഴുതുക? മേലെയാണ് എഴുതുക. അറ്റോമിക നമ്പർ എപ്പോഴും നമുക്ക് താഴെയാണ് എഴുതേണ്ടത് കേട്ടോ. മാസ് നമ്പർ, അപ്പൊ മാസ് അല്ലേ, നിങ്ങളുടെ മാസാണ്, അപ്പൊ ഹൈ ലെവൽ എഴുതണം, അപ്പൊ മേലെ എഴുതണം അല്ലേ. അപ്പൊ 40. അപ്പൊ ഇവിടെ എന്തായി നോക്കിക്കേ? 40 ഒരേ മാസ് നമ്പർ ആയി അല്ലേ. പക്ഷെ ഇവിടെ അറ്റോമിക നമ്പർ നോക്കിക്കേ, രണ്ടും വ്യത്യാസം അല്ലേ. അപ്പൊ ഇങ്ങനെ എഴുതുന്നതിനാണ് പറയുന്നത് കാണപ്പെടുന്ന നമ്പറുള്ള ആറ്റങ്ങളാണ് ഐസോബാർസ് എന്ന് പറയുന്നത്. ഇതാണ് ഐസോബാർസ്. അപ്പൊ ഇവിടെ ഒരേ മാസ് നമ്പർ. അപ്പൊ എങ്കിൽ ഒരേ അറ്റോമിക നമ്പർ ആണ് എങ്കിലോ? ഒരേ അറ്റോമിക നമ്പറും, അപ്പൊ ഇവിടെ എന്തായിരിക്കണം? വ്യത്യസ്ത മാസ് നമ്പറും ആയിരിക്കണം. വ്യത്യസ്ത മാസ് നമ്പറും ആണെങ്കിൽ അങ്ങനെയുള്ള ആറ്റങ്ങളെ പറയുന്ന പേരാണ് ഐസോടോപ്പുകൾ. ഏതാണ്? ഐസോടോപ്പുകൾ. അപ്പൊ അതെങ്ങനെ എഴുതും? എങ്ങനെയാണ് എഴുതുക? ഇപ്പൊ ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഐസോടോപ്പിനെ എഴുതുന്നത്. ഇപ്പൊ ഹൈഡ്രജൻ എഴുതുമ്പോൾ അറ്റോമിക നമ്പർ 1, മാസ് നമ്പർ 2. അപ്പൊ എന്തായി? ഇനി ഹൈഡ്രജന്റെ തന്നെ എഴുതുമ്പോ 1 1. അപ്പൊ അറ്റോമിക നമ്പർ ഇവിടെ എന്തായി? രണ്ടും സെയിം ആയി. മാസ് നമ്പർ ഇവിടെ 2 വന്നു, ഇവിടെ 1 വന്നു അല്ലെ. രണ്ടും വ്യത്യസ്തമായി. അപ്പൊ ഇത് രണ്ടും പഠിക്കാട്ടോ. എപ്പോഴും വരുന്നതാണ്. ഒരേ മാസ് നമ്പർ ആണെങ്കിൽ ഐസോബാർസ്, ഒരേ അറ്റോമിക നമ്പർ ആണെങ്കിൽ ഐസോടോപ്പ്. ഇനി നമുക്ക് ഇതിൽ പഠിക്കേണ്ടത് പിന്നെ ഐസോടോൺ ഉണ്ട് കേട്ടോ. ഒരേ എണ്ണം ന്യൂട്രോണുകൾ ആണെങ്കിൽ എങ്ങനെയാണ്? ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റമാണ് ഏത്? ഐസോടോണുകൾ. ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയതാണ് ഐസോടോണുകൾ എന്ന് പറയുന്നത്. എങ്ങനെയായിരിക്കും? N. ഇപ്പോ നൈട്രജൻ എഴുതുന്ന സമയത്ത് 7, മാസ് നമ്പർ 15. ഇപ്പൊ കാർബണില് 6, കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 അല്ലേ, മാസ് നമ്പർ 14. ഇപ്പൊ എന്തായി? ഇതിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയതാണ്. എങ്ങനെയാണ് ന്യൂട്രോണുകളുടെ എണ്ണം കാണാൻ? നമ്മൾ നേരത്തെ പറഞ്ഞത് മാസ് നമ്പർ മൈനസ് അറ്റോമിക നമ്പർ ആണ് ഏത്? ന്യൂട്രോണുകളുടെ എണ്ണം കാണാനുള്ളത്. 15 മൈനസ് 7 എത്ര വന്നു? 8 അല്ലേ? 8 വന്നു. 14 മൈനസ് 6 എത്ര വന്നു?
അതും 8 വന്നു അല്ലെ. അപ്പൊ രണ്ടും എത്രയായി? തുല്യ സംഖ്യകളല്ലേ. അപ്പൊ അങ്ങനെ തുല്യ എണ്ണം ന്യൂട്രോണുകളെ അടങ്ങിയ ആറ്റങ്ങളെയാണ് എന്തു പറയുന്നത്? ഐസോട്ടോണുകൾ എന്ന് പറയുന്നത്. ഇനി ഹൈഡ്രജന്റെ സാധാരണ ഐസോട്ടോപ്പ് ഏതാണ്? പ്രോട്ടിയം ആണ് കേട്ടോ. അത് എപ്പോഴും വരാറുണ്ട്. ഹൈഡ്രജന്റെ സാധാരണയായിട്ടുള്ള ഐസോട്ടോപ്പ് പ്രോട്ടിയം. ഏതാണ്? പ്രോട്ടിയം. ഇനി ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഏതാണ്? ഡ്യൂട്ടീരിയം ആണ് അല്ലെ. ഡ്യൂട്ടീരിയം. ആണവ നിലയങ്ങളിലാണെങ്കിൽ ഹൈഡ്രജന്റെ സാധാരണയായിട്ടുള്ള ഐസോട്ടോപ്പ് പ്രോട്ടോൺ ആണ്. ഹൈഡ്രജന്റെ ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഡ്യൂട്ടീരിയം ആണ്. റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഏതാണ്? റേഡിയോ ആക്റ്റീവ് അത് ട്രിഷിയം ആണ്. ട്രിഷിയം. അപ്പൊ ഹൈഡ്രജന്റെ സാധാരണയായിട്ടുള്ള ഐസോട്ടോപ്പ് പ്രോട്ടിയം, ആണവ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്നത് ഡ്യൂട്ടീരിയം, റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ട്രിഷിയം ആണ്. ഇനി കാർബൺ, നമ്മൾ ഇതിപ്പോ ഹൈഡ്രജന്റെ പഠിച്ചു. ഇപ്പൊ കാർബൺ എടുക്കുന്ന സമയത്ത് പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏതാണ്? കാർബൺ 12 ആണ് കേട്ടോ. കാർബൺ 12 ആണ് പ്രകൃതിയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ളത്, കാർബണിന്റെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോട്ടോപ്പ് ഏതെന്ന് ചോദിച്ചാൽ അത് 14 ആണ്. ഏതാണ്? 14 ആണ്. പിന്നെ ഫോസിലുകളുടെയും ജൈവ വസ്തുക്കളുടെയും ഒക്കെ കാലപ്പഴക്കം നിയന്ത്രിക്കാനും ഒക്കെ ഏതാണ്? ഈ 14 തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഈ സസ്യങ്ങളുണ്ടല്ലോ, അതില് പദാർത്ഥങ്ങളുടെ വിനിമയം തിരിച്ചറിയാനുള്ള ട്രേസർ ആയിട്ട് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഫോസ്ഫറസിന്റെ 31 ആണ്. ഫോസ്ഫറസ് ഏതാണ്? 31 ആണ്. ഫോസ്ഫറസിന്റെ 31 ഐസോട്ടോപ്പാണ് സസ്യങ്ങളിൽ പദാർത്ഥ വിനിമയം തിരിച്ചറിയാനുള്ള ട്രേസർ ആയിട്ട് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് ഫോസ്ഫറസ് 31. ഇനി മനുഷ്യരിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം ഏതാണ്? പൊട്ടാസ്യം ട്ടോ. പൊട്ടാസ്യം K 40 ആണ് കേട്ടോ. മനുഷ്യരിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന, അതായത് നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് മൂലകമാണ് പൊട്ടാസ്യം 40. ഇനി ക്യാൻസർ, ട്യൂമർ, ഇതിന്റെ ചികിത്സയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏതാണ്? അയഡിൻ 131 അല്ലെ. ക്യാൻസറും ട്യൂമറിനൊക്കെ ഏതാണ്? അയഡിൻ 131. പിന്നെ ഏതാണ്? കൊബാൾട്ട് 60. അയഡിൻ 131, കൊബാൾട്ട് 60, ഇതൊക്കെ എന്താണ്? ഏതിനു ഉപയോഗിക്കുന്നതാണ്? ക്യാൻസർ, ട്യൂമർ എന്നിവയ്ക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് ഏത്? അയഡിൻ 131, കൊബാൾട്ട് 60 പറയുന്നത്. അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ആണവ നിലയത്തിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏതാണ്? ആണവ നിലയത്തിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് യുറേനിയം 235 ആണ്. ആണവ നിലയങ്ങളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് 235 ആണ്. ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബും ഏത് തന്നെയാണ്? യുറേനിയം 235 ആണ്. നാഗസാക്കിയിൽ ഏതാണ്? പ്ലൂട്ടോണിയം അല്ലെ. നാഗസാക്കിയിൽ പ്ലൂട്ടോണിയം 239. ഹിരോഷിമയിലെ യുറേനിയത്തിന്റെ 235, പ്ലൂട്ടോണിയം 239 ആണ് ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബ് കേട്ടോ. അപ്പൊ കുറെ കാര്യങ്ങൾ ഇവിടെ നമ്മൾ ഐസോട്ടോപ്പ് ആയിട്ട് പഠിച്ചു. ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ആണ് ഏത്? ട്രിഷിയം എന്ന് പറയുന്നത്. ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നത് ഡ്യൂട്ടീരിയം ആണ്. സാധാരണയായിട്ടുള്ള ഐസോട്ടോപ്പ് ഏതാണ്? പ്രോട്ടിയം ആണ്. പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഐസോട്ടോപ്പ് ഏതാണ്? കാർബൺ 12 ആണ്. കാർബണിന്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് 14 ആണ്. ഫോസിലുകളുടെയും ജൈവവസ്തുക്കളുടെയും ഒക്കെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോട്ടോപ്പ് 14 ആണ്. സസ്യങ്ങളിൽ പദാർത്ഥ വിനിമയം തിരിച്ചറിയാനുള്ള ട്രേസർ ആയിട്ട് ഉപയോഗിക്കുന്ന ഫോസ്ഫറസിന്റെ ഐസോട്ടോപ്പ് ഏതാണ്? ഫോസ്ഫറസ് 31 ആണ്. മനുഷ്യരിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം ഏതാണ്? പൊട്ടാസ്യം 40 ആണ്. ക്യാൻസർ, ട്യൂമറുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത് അയഡിൻ 131, കൊബാൾട്ട് 60. ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നത് യുറേനിയം 235 ആണ്. ഹിരോഷിമയിൽ ഉപയോഗിച്ചതും ഏത് തന്നെയാണ്? യുറേനിയം 235 ആണ്. നാഗസാക്കിയില് പ്ലൂട്ടോണിയത്തിന്റെ 239. ഇതാണോ നമ്മൾ നേരത്തെ പഠിച്ചത്? ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരു മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെ ഐസോട്ടോപ്പുകൾ എന്ന് പറയുന്നു. ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ. വെറുതെ വായിച്ചു വിട്ടിട്ട് കാര്യമില്ല, ഒന്ന് ചെയ്തു നോക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ അറിയാനായിട്ട് കഴിയുള്ളൂ. ഇനി ഇതാ കാർബണിന്റെ ഐസോട്ടോപ്പുകൾ, അതിന്റെ പ്രതീകം കാർബണിന്റെ 12, 13, 14, അതിന്റെ പ്രതീകങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കാം.
ഇനി എന്താണ് ഷെല്ല്, എന്താണ് സബ് ഷെല്ല് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരാറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാരപഥ അറിയപ്പെടുന്നതാണ് ഇത് ഷെല്ല് എന്ന് പറയുന്നത്. എങ്ങനെയാണ്? അപ്പൊ നമ്മൾ ന്യൂക്ലിയസ് പറഞ്ഞു, അതിന് ചുറ്റും ഇങ്ങനെ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നുണ്ട്? സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് അല്ലെ? അങ്ങനെ ഇവിടെ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോണുകൾ കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഇത് എന്താണ്? ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഇലക്ട്രോണുകൾ അല്ലെ? അപ്പോൾ ഈ ഇലക്ട്രോണുകളുടെ ഈ സഞ്ചാരപാതനെ അറിയപ്പെടുന്ന പേരാണ് ഏത്? ഷെല്ലുകൾ എന്ന് പറയുന്നത്. ഇനി ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2n² ആണ്. ഇക്വേഷൻ പഠിച്ചു വെക്കണം കേട്ടോ. ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളുന്ന, ഒരു ഓർബിറ്റൽ പറയുമ്പോൾ എന്താണ്? ഒരു ഷെല്ലിൽ കേട്ടോ, ഒരു ഓർബിറ്റൽ അല്ലെങ്കിൽ ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2n² ആണ്. ഓർബിറ്റലിന്റെ ആകൃതി എങ്ങനെയാണ്? ഇത് ഞാൻ വരച്ച വൃത്താകൃതിയല്ല, പക്ഷെ സാധാരണ എന്താണ്? വൃത്താകൃതിയാണ് കേട്ടോ. എന്താണ്? വൃത്താകൃതിയിലാണ് ഓർബിറ്റലിന്റെ ആകൃതി. ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 2n² ആണ്. എങ്ങനെയാണ് ഇലക്ട്രോൺ വിന്യാസം? ഓർബിറ്റലിൽ ഒരു ഷെല്ലില്, ഓർബിറ്റൽ പറയുമ്പോൾ ശരി ഞാൻ പറഞ്ഞപ്പോൾ പോകണമെന്നേ ഉള്ളൂ കേട്ടോ. ലാസ്റ്റ് എക്സാം ഹാളിൽ ഓർബിറ്റ് എന്താണ്? മാറാൻ പാടില്ല. ഓർബിറ്റും ഷെല്ലൊക്കെ എന്താണ്? ഒന്ന് തന്നെയാണ്. ഒരു ഓർബിറ്റൽ അതല്ലെങ്കിൽ ഒരു ഷെല്ലില് ഇലക്ട്രോൺ വിന്യാസം രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ഇലക്ട്രോൺ വിന്യാസം രേഖപ്പെടുന്നത് KLMN ഷെല്ലുകളായിട്ടാണ് അല്ലെ? അതുപോലെ തന്നെ ഓരോ ഷെല്ലിലും എന്തുണ്ട്? സബ് ഷെല്ലുകളും ഉണ്ട് അല്ലെ? ഓരോ ഷെല്ലിലും അതുപോലെ സബ് ഷെല്ലുകളും ഉണ്ട്. ഒന്നോ അതിലധികമോ ഓർബിറ്റലുകൾ ചേർന്നിട്ടാണ് ഇത് ചെയ്യുന്നത്? ഒരു സബ് ഷെല്ല് രൂപം കൊള്ളുന്നത്. എങ്കിൽ ഒരു s ഓർബിറ്റലിലെ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? s ഓർബിറ്റലില് അല്ലെങ്കിൽ s ഷെല്ലില് എത്രയാണ് പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം? 2 ആണ്. ഓർബിറ്റലിന്റെ ഇലക്ട്രോൺ വിന്യാസം രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? s p d f എന്നിങ്ങനെയാണ്. s p d f ആണ് കേട്ടോ. അപ്പോൾ ഓർബിറ്റലിൽ ഇലക്ട്രോൺ വിന്യാസം രേഖപ്പെടുത്തുന്നത് KLMN എന്നിങ്ങനെയാണ്. ഇനി ഓർബിറ്റലിൽ ഇലക്ട്രോൺ വിന്യാസം രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ s p d f എന്നിങ്ങനെയുമാണ്. s എന്താണ്? ഷാർപ്പാണ്. s ഷാർപ്പ്. p എന്താണ്? പ്രിൻസിപ്പൽ. d എന്താണ്? ഡിഫ്യൂസ്. f ഫണ്ടമെന്റൽ. പഠിച്ചല്ലോ. ഇനി K ഷെല്ല്, L ഷെല്ല് നമ്മൾ പറഞ്ഞു. Kയിൽ എത്ര ഇലക്ട്രോണുകളാണ് കൊള്ളുക? പരമാവധി ഇലക്ട്രോണുകളുടെ K ഷെല്ലില് 2 ആണ്. L ഷെല്ലിൽ എത്രയാണ്? 8 ആണ്. M ഷെല്ലിൽ എത്രയാണ്? 18. N ഷെല്ലില് 32. ഇങ്ങനെയാണ് ഇലക്ട്രോണുകളുടെ ഉൾക്കൊള്ളുന്ന രീതി. K ഷെല്ലില് 2 ഇലക്ട്രോണും L ഷെല്ലില് 8 ഇലക്ട്രോണും M ഷെല്ലില് 18 ഇലക്ട്രോണും N ഷെല്ലില് 32 ഇലക്ട്രോണുമാണ് കാണപ്പെടുന്നത്. ഇനി ഏതൊരു ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു, 2n² എന്നുള്ളത് അല്ലെ? ഇനി S സബ് ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന, നമ്മൾ മെയിൻ ആയിട്ടുള്ള ഷെല്ലിലെ ഇലക്ട്രോൺ വിന്യാസം പഠിച്ചു. ഇനി നമ്മൾ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ്? അതിന്റെ ഇലക്ട്രോണിന് ചുറ്റും കാണുന്ന സബ് ഷെൽ ഉണ്ട് അല്ലെ? അതിനെ നമ്മൾ പറഞ്ഞു SPDF എന്ന രൂപത്തിലാണ് എന്ന് പറഞ്ഞു. എങ്കിൽ എസിൽ എത്രയാണ്? 2, പിയിൽ എത്രയാണ്? 6. 4 വെച്ചിട്ട് കൂട്ടിയിട്ട് പോയാൽ മതി. ഡിയില് 10, എഫിൽ എത്രയാണ്? 14. എഫില് 14. അപ്പോൾ സാധാരണയായിട്ടുള്ള ഷെല്ലുകളിൽ ഒരു ഓർബിറ്റലില് KLMN, Kയിൽ 2, Lൽ 8, Mൽ 18, Nൽ 32. ഇനി ഷെല്ലല്ലാതെ സബ് ഷെല്ലുകൾ വരുമ്പോൾ അവിടെ SPDF വെച്ചിട്ടാണ് രൂപീകരിക്കുന്നത്. അതിൽ എസിൽ 2, പിയിൽ 6, ഡിയിൽ 10, എഫിൽ 14 ഇലക്ട്രോണുകളുടെ എണ്ണവുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കുക. ഹൈഡ്രജൻ കണ്ടോ, അറ്റോമിക് നമ്പർ എത്രയാണ്? ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1 ആണ്. അപ്പൊ എങ്ങനെയാണ് സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത്? 1s1. ഇനി ലിഥിയത്തിന്റെ 3 ആണ്. അപ്പൊ 1s² 2s1. കണ്ടോ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത്? കാർബൺ 6, 1s² കഴിഞ്ഞു, 2s² അല്ലേ? എസിൽ എത്രയാണ്? 2 എണ്ണമല്ലേ കൊള്ളുള്ളൂ. ബാക്കി
2s² 2p2. അങ്ങനെ ഈ 11 ഇവിടെ സോഡിയത്തിന്റെ 11 അറ്റോമിക് നമ്പർ. എങ്ങനെയാണ് സബ്സ്റ്റൻസ് ഇലക്ട്രോൺ ഇന്നേഴ്സ് ചെയ്ത? എസ് സബ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ നിറച്ചു, അടുത്ത എസ്സിൽ 2 നിറച്ചു, പിയിൽ എത്ര 6 പിന്നെ 3s 1. അങ്ങനെ ഇതെന്ത് ചെയ്യുക? പൊട്ടാസ്യത്തിന്റെയും ക്രോമിയത്തിന്റെയും കോപ്പറിന്റെ ഒക്കെ ഇത് വെക്കുക. അതായത് ഇതാണ് നമ്മൾ പ്രീവിയസ് ആയിട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കോപ്പറിൻ്റെത് 1s², 2s² 2p6, 3s² 3p6, 4s നിറച്ചിട്ടാണ് എവിടെ ചെയ്യുന്നത്? 3D നിറയ്ക്കുന്നത്. അപ്പൊ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞു സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത വ്യക്തിയാണ്, അപ്പൊ അതിൻ്റെതായിട്ടുള്ള അപാകതകൾ ഉണ്ടാവും. പക്ഷെ ഞാൻ പഠിക്കുന്നത് നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്ന് മാത്രം. അപ്പൊ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് താഴെ ഒന്ന് കമന്റ് ഒക്കെ രേഖപ്പെടുത്തണേ. ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ഒന്ന് ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.